അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു വർഷം ശരിക്കും ഇതിന് പഠനത്തിന് വേണം എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം. ഇതൊന്നും അറിയാതെ പലരും പറയും നിങ്ങളോട് 3 മാസം കൊണ്ട് നേടി, 2 മാസം കൊണ്ട് നേടി, 1 മാസം കൊണ്ട് നേടി. ഹായ്, അപ്പോൾ LDC ഇതേപോലെ ഒരു അടുത്ത ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരും അല്ലേ, അല്ലെങ്കിൽ നവംബറിൽ തന്നെ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള സമയം കൊണ്ട് ഈ പരീക്ഷ നേടിയെടുക്കാൻ പറ്റില്ല. കാരണം 340-ൽ പരം ടോപ്പിക്കുകൾ മൊത്തം പഠിക്കാനുണ്ട്, കറണ്ട് അഫേഴ്സ് കൂടാതെ. ഒരു 100-ൽ പരം കുഞ്ഞു ടോപ്പിക്കുകളും വലിയ ടോപ്പിക്കുകളും ഒക്കെ ആയിട്ട് കറണ്ട് അഫേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 400 ടോപ്പിക്ക് കൂട്ടിക്കോ. നിങ്ങൾ ദിവസം ഒരു ടോപ്പിക്ക് വെച്ച് പഠിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു വർഷം വേണ്ടി വരും. ഇതിൽ ചില ടോപ്പിക്കുകൾ ഒരാഴ്ച എടുത്ത് പഠിക്കുക. ഇപ്പോൾ ഹ്യൂമൻ ബോഡിയൊക്കെ പഠിച്ചു തീർക്കണമെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും? അപ്പോൾ അങ്ങനെയുള്ള വലിയ ടോപ്പിക്കുകളുണ്ട്, ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന ചെറിയ ടോപ്പിക്കുകളുണ്ട്. ചില ടോപ്പിക്കുകളൊക്കെ ആണെങ്കിൽ ഒരു 2 ടോപ്പിക്കൊക്കെ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു LDC പോലെയുള്ള ഒരു 10th ലെവൽ പരീക്ഷകളായാലും അതിന് മുകളിലുള്ള മറ്റു പരീക്ഷകളായാലും ഒക്കെ നേടിയെടുക്കണമെങ്കിൽ മിനിമം ഒരു വർഷം ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠനം ആവശ്യമാണ്. ആ തിരിച്ചറിവോടുകൂടി ഇതിന് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇനി എന്നായിരിക്കും അടുത്ത LDC? അതേപോലെ തന്നെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, എന്താണ് ഇതിൻ്റെ സാലറി കാര്യങ്ങൾ, എന്താണ് കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ഥിതി, ഇപ്രാവശ്യം എങ്ങനെയായിരിക്കും, പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് 2023 നവംബർ 30-നാണ്. അപ്പോൾ ഏകദേശം ഈ വർഷം, ഇതിപ്പോൾ ഈ ഡിസംബർ കഴിഞ്ഞു, ഇനി ഞാൻ ഈ വർഷം എന്ന് ഉദ്ദേശിച്ച പുതിയ വർഷമാണ് 2026. ഈ 2026-ൽ നവംബറിലോ ഡിസംബറിലോ, പ്രത്യേകിച്ച് നവംബറിൽ തന്നെ വന്നേക്കാം, നവംബറിൽ മിക്കവാറും എന്ത് വരും? അടുത്ത പുതിയ നോട്ടിഫിക്കേഷൻ വരും. 2026 നവംബറിലോ ഡിസംബറിലോ പുതിയ നോട്ടിഫിക്കേഷൻ വരും. ഒറ്റ വർഷമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അത് നന്നായിട്ട് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള സംശയം ഉണ്ടാകും. കുറേ പേർക്ക് പ്രായം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ എനിക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും, ആ ഒരു ഡൗട്ട് കൂടെ ഇവിടെ ക്ലിയർ ചെയ്ത് തരാം. അതായത് ജനറൽ വിഭാഗത്തിലുള്ള ആളുകളാണെങ്കിൽ 2/1/1990 ജനുവരി 2-ാം തീയതിയും അതിനുശേഷവും ജനിച്ച ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഏതുവരെ? 2008 ജനുവരി 1 വരെയുള്ള. അതിനുശേഷമുള്ളവർക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം 18 തികയാത്തതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിന് മുമ്പുള്ള ആളുകൾ 1/1/1990 മുതലുള്ള ആളുകൾ, അതിന് പിറകിലോട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം 36 കഴിയും. അതുകൊണ്ട് ഇത്രയും പേർക്കാണ്, ഇതിന് ഇടയിൽപ്പെടുന്ന ആളുകൾക്കാണ് ഇവിടെ ജനറൽ വിഭാഗത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി OBC-ക്കാർക്ക് 3 വർഷത്തെ ഇളവുള്ളത് കൊണ്ട് തന്നെ 2/1/1987 ജനുവരി 2-നും അതിനുശേഷവും ജനിച്ച ആളുകൾക്ക് ഈ ഒരു ഇതെല്ലാവർക്കും 18 തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു കാലയളവിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ SC വിഭാഗത്തിന് 5 വർഷത്തെ ഇളവുണ്ട്. അതുകൊണ്ട് 1985 ജനുവരി 2-നും അതിനുശേഷവും ജനിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് പ്രായപരിധിയിലുള്ള ഇളവ് പ്രകാരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ ഉറപ്പിക്കാം. ഇതിൽ മാറ്റമില്ല. കാരണം എന്താ? ഒന്നുകിൽ നവംബറിൽ നോട്ടിഫിക്കേഷൻ വരും, ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരും, അതിനപ്പുറം പോയാൽ മാത്രമാണ് ഇതിൽ മാറ്റം ഉണ്ടാവുള്ളൂ. അതിനിടയിൽ വരുന്ന ഏത് നോട്ടിഫിക്കേഷൻ ആയാലും ഈ രീതിയിലാണ് വയസ്സ് കണക്കാക്കൊണ്ട് യാതൊരു ടെൻഷനും വേണ്ട. ഇതിനിടയിൽ വരുന്നവരാണെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ചിലപ്പോൾ ഇത് വെച്ചിട്ട് ലാസ്റ്റ് അവസരമുള്ള ആളുകളുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്തോ ഇതുവരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ള തിരിച്ചറിവ് ആദ്യം ഉണ്ടാക്കിയെടുക്കുക. ആ കാര്യങ്ങൾ കൂടെ കമൻറ്റിൽ ചെയ്യും. അപ്പോൾ മറ്റുള്ളവർക്ക് അത് ഗുണം ചെയ്യും. അങ്ങനെയുള്ള കമൻറ്റുകൾ വരട്ടെ. അല്ലാതെ ചുമ്മാ മറ്റുള്ളവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ PSC അങ്ങനെയാണ്, LDC അങ്ങനെയാണ്, ഫുള്ള് പിൻവാതിൽ നിയമനാണ്, കൊടി പിടിച്ചാലേ കിട്ടുള്ളൂ, ഇങ്ങനെയുള്ള നെഗറ്റീവും കൊണ്ട് അതിൽ ക്ലീശയാണ്, അതിൽ കാര്യമില്ല. കാരണം എല്ലാവർക്കും അറിയാം ലക്ഷങ്ങൾ മത്സരിക്കുന്നതിൽ ആയിരങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ഒരു 20,000-30,000 നിയമനം ഓരോ വർഷവും നടക്കുന്നുള്ളൂ. അപ്പം കൂടുതൽ ആളുകൾക്കും കിട്ടാത്തതെന്നറിയാം. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ള എല്ലാവർക്കും അറിയാം. ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു ഫ്രസ്ട്രേഷനും കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഇന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷെ അത് പറയുകയും ചെയ്യും, അവർ ശ്രമിക്കുന്നുണ്ടാവും. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. ആ തിരിച്ചറിവോടുകൂടി നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രായപരിധി ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ശമ്പളം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു ഗവൺമെൻറ് ജോലിയുടെ ഏറ്റവും പ്രധാന ആകർഷണീയത ശമ്പളം എന്നുള്ളതല്ല. ശമ്പളത്തിനൊരു പരിധിയുണ്ട്, അല്ലെങ്കിൽ അതിനൊരു പരിമിതിയുണ്ട്. അതങ്ങ് കയറി പോകുന്നതിനൊരു പരിമിതിയുണ്ട്. പക്ഷേ അതെപ്പോഴും കൂടുകയുള്ളൂ. പ്രൈവറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി തന്നെ നഷ്ടപ്പെട്ടേക്കാം, ശമ്പളം കുറഞ്ഞേക്കാം. പക്ഷേ സർക്കാർ ജോലിയിൽ ആ ഒരു സംഭവം ഉണ്ടാവില്ല. അത് കാലക്രമേണ കൂടി പോയിക്കൊണ്ടേയിരിക്കും. ഓരോ വർഷം കഴിയുമ്പോഴും വാർഷിക ഇൻക്രിമെൻ്റ് ഉണ്ടാവും. പിന്നെ DA കൂടുന്നതിനനുസരിച്ച് കൂടും. പിന്നെ പേ റിവിഷൻ ഓരോ 5 വർഷം കഴിയുമ്പോഴും പേ റിവിഷൻ കമ്മീഷൻ വരും. നിങ്ങൾ കയറുമ്പോൾ ഇതായിരിക്കില്ല ശമ്പളം. നിങ്ങൾ അടുത്ത LDC അല്ലേ, ആ ഒരു LDC നേടിക്കഴിയുമ്പോഴേക്കും ഇവിടെ പേ റിവിഷൻ നടന്നിട്ടുണ്ടാവും. 2026 പേ റിവിഷൻ വരും. ആ പുതിയ പേ റിവിഷൻ വരുമ്പോൾ മിനിമം ഈ ശമ്പളത്തിൽ തന്നെ എന്ത് വ്യത്യാസം ഉണ്ടാവും? ഒരു 5,000-6,000 രൂപയുടെ ഒക്കെ വ്യത്യാസം LDCയുടെ സാലറി സ്കെയിലിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിലവിലെ ശമ്പളം ഇതാണ്. ബേസിക് പേ 26,500 ആണ്. ഇപ്പോൾ 22% DA. അതുപ്രകാരം 5,830 ഉണ്ടാവും. പിന്നെ HRA എന്ന് പറയുന്നത്
ഇങ്ങനെയാണ്. അതായത് പഞ്ചായത്ത് ഏരിയയിലാണ് നിങ്ങളുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ 4%, പഞ്ചായത്ത് ഓഫീസ് മാത്രമല്ല ആ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നതാണ് നിങ്ങളുടെ ആ സർക്കാർ ഓഫീസ് എങ്കിൽ 4%ആണ് DA ഉണ്ടാവുക. ആ 4% എന്നുള്ളത് 1200 നിജപ്പെടുത്തും. മിനിമം എത്രയായാലും അത് 1200 മിനിമം കിട്ടും. പിന്നെ മുനിസിപ്പാലിറ്റി ഏരിയ ആണെങ്കിൽ 6%, ആ ഏരിയയ്ക്കുള്ളിലാണ് നിങ്ങളുടെ ഓഫീസ് എങ്കിൽ. പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വരുന്ന മുനിസിപ്പാലിറ്റികൾ ആ ഒരു പരിധിക്കുള്ളിലാണെങ്കിൽ 8%, ഇനി കോർപ്പറേഷൻ പരിധിക്കുള്ളിലാണെങ്കിൽ 10%. ഇങ്ങനെയാണ് HRA നിർണ്ണയിക്കുന്നത്, ഹൗസ് റെന്റ് അലവൻസ് നിർണ്ണയിക്കുന്നത്. ഓക്കെ, അത് മിനിമം 1200 കിട്ടും. ഇനി 10% ഉണ്ടെങ്കിൽ ഇതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 2650 വരുമല്ലോ, ആ രീതിയിൽ ഉണ്ടാവും. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരാളുടെ ശമ്പളം, ഒരു LDCയുടെ ശമ്പളം മിനിമം ഗ്രോസ് സാലറിയാണ്, ഗ്രോസ് 33,530 ഗ്രോസ്. അതിൽ നിന്ന് പെൻഷൻ വിഹിതവും PF വിഹിതവും ഒക്കെ നിങ്ങൾ അടയ്ക്കണം. അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമുക്ക് കയ്യിൽ വാങ്ങാൻ പറ്റുക. ഗ്രോസ് സാലറി ഇതാണ്. ഓക്കെ, അത് കോർപ്പറേഷൻ പരിധിയിലുള്ള LDC ആണെങ്കിൽ അത് ആ ഒരു പരിധിയിലുള്ള എന്ന് പറഞ്ഞാൽ കോർപ്പറേഷനിൽ വർക്ക് ചെയ്യാനുള്ള LDC മാത്രമല്ല, ആ പരിധിയിലുള്ള ഓഫീസാണെങ്കിൽ ഇപ്പോൾ മിക്കവാറും സിവിലോ അതൊക്കെ എവിടെയായിരിക്കും, ആ ഒരു പരിധിയിൽ തന്നെയായിരിക്കും മിക്കവാറും ഉണ്ടാവും. അപ്പോൾ അവിടെയുള്ള ഓഫീസിലുള്ളവർക്കൊക്കെ ഈ HRA 10% കിട്ടും. അപ്പോൾ 34,950 ആയിരിക്കും, 35-അടുത്താണ് ഗ്രോസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ LDC, നിങ്ങൾക്ക് കിട്ടുന്ന LDC അപ്പോഴേക്കും നിങ്ങൾ സർവീസ് കയറുമ്പോഴേക്കും അത് 40 മുകളിലേക്ക് പോകും. അതാണ് അതിൻ്റെ വ്യത്യാസം, പേ റിവിഷൻ വരും. ഓക്കെ, അതാണ് സാലറിയുടെ കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ, ദെൻ ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ്, അതിൻ്റെ കട്ട് ഓഫ് അതൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ള ജസ്റ്റ് അറിഞ്ഞിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ഇതായതുകൊണ്ട് ഇപ്രാവശ്യം ഇത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതലായിരിക്കും, ഇതിനേക്കാൾ കുറവായിരിക്കും എന്നുള്ളതൊന്നും ഇതിനെ ആശ്രയിച്ച് കിടക്കുന്ന കാര്യമല്ല. പക്ഷെ നമുക്കൊരു തിരിച്ചറിവുണ്ടാക്കാൻ, ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എത്ര പേരെ ഏകദേശം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതും. ഇതൊക്കെ ഏകദേശം അതിന് സമാനമായിട്ട് തന്നെയായിരിക്കും, നിയമനം നടക്കുന്നതിനനുസരിച്ചായിരിക്കും ഇത്തവണത്തെ ലിസ്റ്റിലും ഉൾപ്പെടുത്താൻ പോവുക. അപ്പം ഈ കട്ട് ഓഫ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മത്സരം കൊടുമ്പിരി കൊണ്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ ഈ നോട്ടിഫിക്കേഷനും കഴിഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ PSCനെ കുറ്റം പറഞ്ഞിട്ടും സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടും പഠിച്ചെടുത്തിൽ ആ പഠിച്ച ഓഫ്ലൈൻ സെൻറ്ററിനെയോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററിനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഫീൽഡ് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുക. ഇവിടെ അത്രയും മത്സരം നടക്കുന്നുണ്ടെന്നേ, അല്ലാതെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയോണ്ടോ അരമണിക്കൂർ പഠിച്ചോണ്ടൊന്നും ഇന്ന് ജോലി കിട്ടില്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, ആ സത്യം തിരിച്ചറിയി. അല്ലാതെ കംഫർട്ട് സോണിൽ നിർത്തിക്കൊണ്ട് ഇത്തിരി ഉറ്റിച്ച് തന്നിട്ട് അവസാനം ഒന്നുമില്ല ഉണ്ടാകുന്ന അവസ്ഥ വരരുത്. അതുകൊണ്ട് ഇപ്പോഴേ ഇറങ്ങി തിരിച്ചാൽ മാത്രമാണ് LDC ഒക്കെ പഠിച്ച് നേടാൻ പറ്റുമെന്നുള്ള ബോധ്യം ഉണ്ടാക്കിയെടുക്കുക. തിരുവനന്തപുരത്തായിരുന്നു ഏറ്റവും ഉയർന്ന കട്ട് ഓഫുകളിലൊന്ന് 72.67 1079 പേരെ അവിടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മെയിൻ ലിസ്റ്റിൽ, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഏകദേശം അത്രത്തോളം ആളുകളുണ്ട്. അത് നോക്കണ്ട, നമ്മൾ മെയിൻ ലിസ്റ്റിൽ അതായത് 72.67 അതിൽ കൂടിയുള്ള ആളുകൾ 1079 പേര് അവിടെ ഉണ്ടായിരുന്നു മത്സരിച്ചവരിൽ. ഓക്കെ, കൊല്ലത്ത് 58.33 ആയിരുന്നു കട്ട് ഓഫ്, 656 ലിസ്റ്റാണ്. പത്തനംതിട്ട 58.33 തന്നെയാണ്, അവിടെ 552 പേരുടെ ലിസ്റ്റാണ്. ദെൻ ആലപ്പുഴ കട്ട് ഓഫ് 62.67 ആയിരുന്നു, 594 പേരുടെ ലിസ്റ്റാണ്. ദെൻ കോട്ടയത്ത് 64.67 ആയിരുന്നു, ഇടുക്കിയിൽ 62.33 ആയിരുന്നു. ദെൻ എറണാകുളത്ത് 67.67 ആണ്. ഏകദേശം ഇതിലൊക്കെ ഉൾപ്പെടുത്തിയ ആളുകളുടെ എണ്ണത്തിൽ വേരിയേഷൻ കാണുക എന്ന് പറഞ്ഞാൽ ചില പിന്നാക്ക ജില്ലകൾ, വയനാട് കാസർഗോഡ് നിയമനം കുറഞ്ഞ ജില്ലകളിലാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള സ്ഥിതിയൊക്കെ ഇതാണ്. തൃശ്ശൂർ 60.33, പാലക്കാട് 64, മലപ്പുറം 66, കോഴിക്കോട് 69.33, വയനാട് 67.67, കണ്ണൂർ 57, കാസർഗോഡ് 59.33. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഓരോരിടത്തെയും കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇതേപോലെ വരണമെന്നില്ല, പക്ഷേ മത്സരം ശക്തമാണ് ഓരോ ജില്ലകളിലും, അത് മനസ്സിലാക്കുക. ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ജില്ലകളിലും, മിക്കവാറും ജില്ലകളിലും 100,000-ൽ കൂടുതൽ ആളുകളൊക്കെ പല ജില്ലകളിലും മത്സരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും മത്സരം നടക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കണം, റിവിഷൻ ചെയ്യണം, മാതൃകാ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യണം, മറ്റ് ലോജിക്കൽ ഗസ്സും കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുവരണം, പരീക്ഷാ സമ്മർദ്ദം ഒഴിവാക്കണം, മാക്സിമം പരീക്ഷ എഴുതിയിട്ട് സ്പീഡും അക്യുറസിയും വർദ്ധിപ്പിക്കണം. ഇതൊക്കെ എല്ലാവരും ചെയ്തു വെക്കുകയും ചെയ്യും. അതായത് അപ്ലൈ ചെയ്യുന്നത് ഒരു 14-15 ലക്ഷം ആളുകളാണെന്ന് വിചാരിച്ചോ, ഇതിൽ ഒരു 80% ആളുകളും ചുമ്മാ എഴുതി വിടുന്നതാണ്. കേരളത്തിൽ ജനിച്ചു പോയി എന്നുള്ളത് കൊണ്ട് ചുമ്മാ കേരള PSC എഴുതി വിടുന്ന ആളുകളായിരിക്കും. അവരാകെ നോക്കുക പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുള്ള കുറച്ച് കാലത്തെ പഠനമായിരിക്കും. അതും ചിലപ്പം കണ്ടിന്യൂസ് പഠനമായിരിക്കണം എന്നില്ല. അതല്ല യഥാർത്ഥ PSC ആസ്പിരൻറ്റ്. ബാക്കി വരുന്ന 20% ആളുകളാണ്. ഇവർ സീരിയസ് ആയിട്ട് പഠിക്കുന്നതാണ്. അവരിപ്പോൾ പഠനം തുടങ്ങും. ഈ 20% എല്ലാവർക്കും കിട്ടുമോ? ഇല്ല. അതായത് ഈ 15 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുമ്പോൾ തന്നെ 1.5 ലക്ഷം ആളുകൾ വരുന്നുണ്ട്. 20% എന്ന് പറയുമ്പോൾ ഒരു 3 ലക്ഷത്തിനടുത്ത ആളുകൾ നന്നായിട്ട് പഠിക്കുന്ന ആസ്പിരൻസ് ആണ്. ഈ നന്നായിട്ട് പഠിക്കുന്ന എല്ലാ ആസ്പിരൻസിനും ഇവിടെ ലിസ്റ്റിൽ കയറാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്കറിയാം, ഓരോ ജില്ലയിലും 500-1000 ആളുകളെയാണ് ഉൾക്കൊള്ളിക്കുന്നത്.
അപ്പം ഈ 20% ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഇവർക്കും കിട്ടില്ല. കാരണം എന്താ, ഈ പഠിക്കുന്നവരിൽ തന്നെ ആ കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് കൂടുതൽ ആവർത്തിച്ച് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് കിട്ടുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, അതായത് ഇവരാരും ചെയ്യാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടല്ല ഒരു 1ാം റാങ്കുകാരൻ ജനിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യ റാങ്കുകാരൻ, അല്ലെങ്കിൽ 100-നുള്ളിലുള്ള ആളുകൾ ജനിക്കുന്നത്. പ്രത്യേകിച്ച് എവിടുന്നോ പൊട്ടിപ്പുറപ്പെട്ട് വന്ന എന്തൊക്കെയോ അത്ഭുതങ്ങൾ ചെയ്ത ആളുകളല്ല. നിങ്ങൾ എല്ലാവരും ചെയ്ത കാര്യങ്ങൾ ഏറ്റവും നന്നായി ചെയ്ത ആളുകളാണ് ആദ്യ റാങ്കുകളിലേക്ക് പോകുന്നത്. ആ തിരിച്ചറിവുണ്ടായാൽ മതി. അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് എന്തോ സൂത്രപ്പണി ചെയ്തിട്ടല്ല 1ാം റാങ്കുകാരൻ ജനിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനുള്ളൊരു സമയം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കാനുള്ള വഴി എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഇപ്പോഴേ ഇറങ്ങി തിരിച്ച് നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനി LDCയുടെ സിലബസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ധാരണ ഉണ്ടാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴേ പഠിക്കണം എന്നുള്ള കാര്യം ബോധ്യമാവും. ഈ സിലബസിൽ ചരിത്രവും ഭൂമിശാസ്ത്രവും കൂടെ 75 ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യാ ചരിത്രം, ലോക ചരിത്രം, കേരള ചരിത്രം, പൊതുഭൂമിശാസ്ത്രം, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, കേരള ഭൂമിശാസ്ത്രം, എല്ലാം കൂടെ 75 ടോപ്പിക് ഉണ്ട്. സാമ്പത്തിക ശാസ്ത്രവും ഭരണഘടനയും കേരള ഭരണ സംവിധാനവും കൂടെ 34 ടോപ്പിക്കുകളുണ്ട്. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും കൂടെ 7 ടോപ്പിക്കുകളുണ്ട്. പക്ഷേ 6 ടോപ്പിക്കിൻ്റെ അത്രയും വലുപ്പമുള്ള മനുഷ്യ ശരീരം എന്നുള്ള ഒറ്റ ടോപ്പിക്കും അവിടെ ഉണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും കൂടെ 11 മൊഡ്യൂളുകളിലായിട്ട് 82 ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ദെൻ കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്താ എല്ലാം കൂടെ 22 മൊഡ്യൂളുകളിലായിട്ട് 46 ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടറും സുപ്രധാന നിയമങ്ങളും കൂടെ 10 മൊഡ്യൂളാണ്. ആ 10 മൊഡ്യൂളിലായിട്ട് 32 ടോപ്പിക്കുകളുണ്ട്. ദെൻ ആനുകാലികം, കറണ്ട് അഫേഴ്സ് ഒരു 100-ൽ പരം ചെറുതും വലുതുമായിട്ടുള്ള 100-ൽ പരം ടോപ്പിക്കുകൾ അവിടെ പഠിക്കാനുണ്ട്. ഇതാണ് GKയുടെ സ്ഥിതി. ഓക്കെ. ദെൻ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയും കൂടെ 25 ടോപ്പിക് ഉണ്ട്. 12ഉം 13ഉം 25 ടോപ്പിക്ക് പഠിക്കാനുണ്ട്. ഇംഗ്ലീഷ് 13ഉം 14ഉം കൂടി 27 ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. മലയാളത്തിൽ 13 ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ മൊത്തം നോക്കിയാൽ നിങ്ങൾ ആകെ കറണ്ട് അഫേഴ്സും ഇംഗ്ലീഷും മാത്സും മലയാളവും എല്ലാം കൂടെ 341 ടോപ്പിക്ക് പഠിക്കാനുണ്ട്. കറണ്ട് അഫേഴ്സ് കൂടാതെ കറണ്ട് അഫേഴ്സ് 100-ൽ പരം ടോപ്പിക്ക് അതും പഠിക്കാനുണ്ട്. GKയും ഇംഗ്ലീഷും മാത്സും മലയാളവും കൂടെ 341 ടോപ്പിക്ക് പഠിക്കാനുണ്ട്. ആവറേജ് ഇത് പഠിച്ചു തീർക്കാൻ ഒരു 300 ദിവസമെങ്കിലും വേണം. കാരണം ചില ടോപ്പിക്കുകൾ ഒരു ദിവസം കൊണ്ട് 2 ടോപ്പിക്കൊക്കെ പഠിക്കാൻ പറ്റും. പക്ഷെ വലിയ ടോപ്പിക്കുകൾ ഇഷ്ടം പോലെയുണ്ട്. വലിയ ശതമാനം ടോപ്പിക്കുകൾ എന്താണ്, ഒരു ദിവസമോ ഒന്നിൽ കൂടുതൽ ദിവസമൊക്കെ വേണ്ട ടോപ്പിക്കുകളാണ്. ഹ്യൂമൻ ബോഡിയൊക്കെ പഠിക്കാൻ 5-6 ദിവസങ്ങൾ വേണ്ടി വരും അല്ലേ, മെല്ലെ മെല്ലെ പഠിക്കുകയാണെങ്കിൽ, ആ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് ഒരു 300-350 ദിവസം നിങ്ങൾക്കിത് പഠിച്ചു തീർക്കുക. ഈ സിലബസ് നന്നായിട്ട് പഠിച്ചു തീർക്കാൻ തന്നെ വേണം. ഇതിനിടയിൽ റിവിഷൻ നടത്താനുള്ള ദിവസവും വേണ്ടേ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 10 ദിവസം അങ്ങനെയും കൂട്ടി. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു വർഷം ശരിക്കും ഇതിന് പഠനത്തിന് വേണം എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം. ഇതൊന്നും അറിയാതെ പലരും പറയും നിങ്ങളോട് 3 മാസം കൊണ്ട് നേടി, 2 മാസം കൊണ്ട് നേടി, 1 മാസം കൊണ്ട് നേടി. അതിനിടയിൽ വർഷങ്ങൾ പഠിച്ചിട്ട് ടച്ച് വിടാതെ അവസാനത്തെ 2 മാസം ജോലി ലീവ് എടുത്തിരുന്ന് പഠിച്ചു നേടി. അതായിരിക്കും സംഭവം. നിങ്ങളോട് പറയുമ്പോൾ എന്താ പറയുക, 2 മാസം കൊണ്ട് നേടിയെടുത്തു. അങ്ങനത്തെ തംബ്നെയിൽ ഉണ്ടെങ്കിൽ ആളുകളിലേക്ക് എത്തുള്ളൂ വീഡിയോ. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും 2 മാസം കൊണ്ട് കിട്ടിയാ രക്ഷപ്പെട്ട്, അപ്പോൾ 2 മാസം പഠിച്ചാൽ പോരെ. ഞാനാണെങ്കിലോ കഴിഞ്ഞ സപ്ലി ലിസ്റ്റിൽ ഉണ്ട് താനും. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ കിടക്കട്ടെ, പരീക്ഷ എടുക്കുമ്പോൾ 2 മാസം പഠിച്ചാൽ സെറ്റായി എന്ന് വിചാരിക്കും. ഒന്നുമല്ല. നിങ്ങൾ 1 മാസം ഗ്യാപ്പ് ഇട്ടാൽ മതി. നിങ്ങൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ആ റാങ്ക് ലിസ്റ്റിൽ പിറകിലോട്ട് എവിടെയെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരൊറ്റ മാസം ഗ്യാപ്പ് ഇട്ടാൽ നിങ്ങളും ഒരു തുടക്കക്കാരൻ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതാണ് PSCയിലെ സ്ഥിതി. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്, പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോഴേ ഇറങ്ങി തിരിച്ച് പഠിക്കുക. നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ എൻട്രി ആപ്പിൻ്റെ ഭാഗമായിട്ട് നിന്ന് അല്ലേ, സുജേഷ് പുറക്കാട് എന്ന് പറയുമ്പോൾ എൻട്രി ആപ്പിൻ്റെ ഒരാളാണ്. അപ്പം അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പറയുക. അല്ല, നിങ്ങൾ നോക്കിയേ, ഞാൻ എപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴും അതിൽ ഊന്നി പറയുന്ന കാര്യമുണ്ട്. നിങ്ങൾ ആപ്പിലേക്ക് വന്നാലും ഇല്ലെങ്കിലും ആപ്പിലേക്ക് വന്നാൽ നമുക്ക് സന്തോഷമാണ്. കാരണം എന്താ, ആ ഒരു വിജയത്തിൽ ഞങ്ങൾക്ക് കൂടെ ഒരു പങ്ക് വഹിക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം എവിടെയും ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുന്നത്, ആരെങ്കിലുമൊക്കെ വിജയിച്ച കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞ് അഡ്വൈസ് മെമ്മോ കിട്ടി, അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി എന്ന് പറയും, അവർക്ക് കിട്ടിയ അതേ ആവേശത്തോടെ അതേ സന്തോഷത്തോടെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. കാരണം ഇപ്പം എന്നെ സംബന്ധിച്ച് അതാണ് സന്തോഷം. കാരണം ഞാൻ എൻ്റെ ആ ഒരു ചെറിയ പ്രായത്തിൽ അത് നേടിയിട്ടുള്ള ഒരാളാണ്, കഷ്ടപ്പാടുകൾക്കിടയിലൂടെ വന്ന് നേടിയതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മൂല്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നതിനേക്കാളും കൂടിയ മൂല്യത്തിൽ എനിക്കത് അനുഭവിക്കാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ പിള്ളേർ പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും എല്ലായിടത്തും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങളത് വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിലും, എൻട്രിയിൽ നോർമൽ ബാച്ച് എടുത്ത് പഠിക്കുകയാണെങ്കിലും, എൻട്രിയിൽ ഇപ്പോൾ എൻ്റെ ഗോൾഡ് ബാച്ച് എടുത്ത് പഠിക്കുകയാണെങ്കിലും, അത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് അത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെ പഠിക്കുന്നവരായാലും അവർക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് അത് ചാനലിലൂടെ നമ്മളിങ്ങനെ തന്നെ നൽകുകയും ചെയ്യും. അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് വരും ഭാവിയിൽ
മികച്ച റാങ്കുകൾ കരസ്ഥമാക്കി സർക്കാർ ജോലിയിലേക്ക് കയറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്.